ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, പിന്നെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഇന്ന് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. ക്യൂൻ ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നൊരു സമയമാണ്. നിങ്ങൾ എന്ത് കാര്യമാണോ ഉറച്ച് വിശ്വസിച്ചിരുന്നത് ആ ഒരു കാര്യം, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും മാറാതെ നിങ്ങൾ മുറുകെ പിടിച്ചിരുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു കാർഡാണ് ക്യൂൻ ഓഫ് ഫാൻസ്. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി വളരെ സ്റ്റേബിൾ ആയിരിക്കണം. എന്തെങ്കിലും കാരണത്താൽ ഒന്ന് മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയിൽ ദൃഢതയോടെ ഇരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇമോഷൻസും ആക്ഷനും എല്ലാം ഒരുപോലെ, ഒന്നും നമ്മളെ അധികമായിട്ട് ഭരിക്കരുത്, പക്ഷെ എല്ലാം ഒരുപോലെ ഇരിക്കണം എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ ഇന്നത്തെ ദിവസം ഇടവരും എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ, നിങ്ങളെ മാറ്റി നിർത്തിയ ആൾക്കാർ, നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയ ആൾക്കാരൊക്കെയും ഇന്നത്തെ ദിവസം നിങ്ങളുടെ സന്തോഷത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഉയർച്ചയിൽ അഭിമാനിക്കും, സന്തോഷിക്കും, അല്ലെങ്കിൽ സന്തോഷിക്കേണ്ട ഒരു അവസരം ഉണ്ടാക്കും. നിങ്ങളെ ചിലപ്പോൾ അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആകാം, നിങ്ങളുടെ ലവറാകാം, നിങ്ങളുടെ സുഹൃത്തുക്കളാകാം. നിങ്ങളെ വേണ്ട, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മൂല്യവും തരാതെ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയ ആൾക്കാർ, അവർ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഈ പാസ്റ്റിൽ ഈ ഒരാൾ എൻ്റേതായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒന്ന് അഭിമാനിക്കുന്ന ഒരു നിമിഷം ഉണ്ടായേക്കാം എന്നുള്ളതാണ്. എംബ്രസിൻ്റെ എനർജിയാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം. ക്രിയേറ്റീവ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് ഒരു കാര്യവും നടക്കാതെ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ മതിയാക്കി വെച്ച ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി ഉണർത്തുന്നു എന്നുള്ളതാണ്. ഇതിൽ നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രം ശരിക്കും അത് ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എനർജിയുടെ ചക്രമാണ്. അപ്പോൾ നിങ്ങൾ ഏത് മേഖലയിലായാലും, ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നത് ഏത് മേഖലയിലായാലും അതിൽ ഒന്ന് തിളങ്ങാനുള്ളൊരു അവസരമാണ് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ തന്നെ. നിങ്ങളുടെ എഫേർട്ടൊക്കെ, അതിന് നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടോ ആ ഒരു എഫേർട്ടിന് ഈ ഒരു സമയമാണ് അതിൻ്റെ ഫലം കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പം ഒരു ഭാഗ്യവും ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായാലും ഈ ഒരു സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം ഈ ഒരു സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരും അല്ലെങ്കിൽ പാസ്റ്റിൽ തുടങ്ങി വലിയ മെച്ചമില്ലാത്ത ആൾക്കാരും ഒക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ സമയം ഒന്ന് മാറുന്നുണ്ട്. നിങ്ങളുടെ കുറേ ആൾക്കാർക്ക് ഇനിയും നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അത് സ്റ്റോപ്പ് ചെയ്യണ്ട. നിങ്ങൾക്ക് ബിസിനസ്സിലൊക്കെ നഷ്ടമാണെങ്കിൽ എല്ലാവർക്കും അല്ല കേട്ടോ, കുറേ ആൾക്കാർക്ക് അത് വീണ്ടും നിങ്ങൾക്ക് വളർച്ചയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത് കാത്തിരിക്കുക. ഇതിൽ ടവറാണ്. ഒരു തിരിച്ചറിവിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ
ചില കാര്യങ്ങൾ തിരിച്ചറിവ് വരുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒന്നുമല്ല, അതല്ല സത്യം എന്നൊക്കെ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ചില വ്യക്തികളെക്കുറിച്ചും ചില സാഹചര്യങ്ങളെക്കുറിച്ചും പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയ ചില കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തിരിച്ചറിവ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പണ്ട് വിചാരിച്ചിരുന്ന നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വളരെ വലിയ മാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്, തിരിച്ചറിവ് വരുന്നുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ഏതെങ്കിലും വ്യക്തികളുമായിട്ടൊക്കെ ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു, നിങ്ങൾ വളരെയധികം ഡിപ്രസ്ഡായി അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തിയായിട്ടൊരു ബ്രേക്കപ്പ് ഉണ്ടായത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ജീവിതത്തിൽ വേണ്ട എന്ന് നിങ്ങൾ ദൈവം വിചാരിച്ചത്, നിങ്ങൾ വിചാരിച്ചതല്ല, ഒരു ദൈവ നിയോഗമാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ കൂടുതൽ ഈശ്വരനുമായിട്ട് കൂടുതൽ അടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ എന്തു ചെയ്യും, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യത്തെ ദൈവം അപ്പം തന്നെ കട്ട് ചെയ്ത് കളയും. നിങ്ങൾ ഒരു ദൈവികമായ ഒരു മാർഗത്തിലൂടെ നടന്നു പോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഒരുപാട് ഓവർ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, അറ്റാച്ച്മെൻറ്റിൽ ഉപരി ഓവർ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കൂല. ഈ ഒരു ബന്ധം മുന്നോട്ട് പോയാൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കൂലായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം ദൈവം നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ചേർത്ത് പിടിച്ചിട്ടുള്ള കാര്യത്തെ അപ്പം തന്നെ കട്ട് ചെയ്ത് കളയും. അതിലായിരിക്കണം നിങ്ങളൊരു സ്പിരിച്വൽ പാത്തിലേക്ക് വരുന്നത് എന്ന് ദൈവ നിയോഗമാണ്. അപ്പം ഈ ഒരു സമയം നിങ്ങൾ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു കാര്യം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാരണം ഒന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ 100% നിങ്ങൾ അതിൽ ജെന്യൂൻ ആയിരുന്നിരിക്കാം, പക്ഷെ ആ വ്യക്തി നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കാം. അപ്പോൾ ഒരു കാരണവും ഇല്ലാതെ സാഹചര്യം മുഴുവൻ എതിരായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലാണ് പോണതെങ്കിൽ നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ മാറാനുള്ളൊരു സാധ്യതയില്ല. നിങ്ങൾ അറിയേണ്ടതും നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും നിങ്ങൾ തിരിച്ചറിവിലേക്ക് വരേണ്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം സംഭവിച്ചത്. ഈ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ നഷ്ടപ്പെടലോ ഒക്കെ സംഭവിച്ചത് എന്ന് നിങ്ങൾ ഈ ഒരു സമയം തിരിച്ചറിയുന്നുണ്ട്. സ്ട്രെങ്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ ധൈര്യം അത് എന്താണ് എന്ന് തിരിച്ചറിയുന്നൊരു സമയമാണ്. നിങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുന്നൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും എനിക്കിത് പറ്റൂല, ഈ ഒരു കാര്യം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്തും പറ്റും. നിങ്ങൾക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ചില അവസരങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി ഇല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ, നിങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും ശക്തിയുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ സിംഹത്തിൻ്റെ ശക്തിയുള്ള ഒരാളാണ്. സിംഹം അറിയാലോ, കാട്ടിലെ രാജാവാണ്, അത്രമാത്രം ശക്തിയുണ്ട്. ഇത് നമ്മളുടെ മനസ്സ് നമ്മളെ കളിപ്പിക്കുന്നതാണ്. നിനക്ക് പറ്റൂല, ചെയ്യാൻ പറ്റൂല, അങ്ങനെ ചെയ്യണ്ട. അപ്പം അതിൽ നിന്ന് ഓവർകം ചെയ്ത് നമ്മൾ പുറത്തേക്ക് പോകണം. കാരണം നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു കുതന്ത്രത്തിൽ നമ്മൾ വീഴാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളുടെ മാർഗത്തിന് തടസ്സമുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ മനസ്സിൻ്റെ ഒരു തീരുമാനം. അപ്പോൾ നമ്മൾ വീണ് പോകാതെ, അതിനാണ് നമ്മൾ പ്രാണായാമം ചെയ്യണം എന്ന് പറയുന്നത്. മെഡിറ്റേഷൻസും പ്രാർത്ഥനകളും ചെയ്യുന്നത് നമ്മളുടെ മനസ്സിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ എല്ലാ കാര്യത്തിനും ബ്ലോക്ക് ചെയ്യുന്നത് നമ്മളുടെ മനസ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ മനസ്സിനെ മെരുക്കിയെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നമ്മൾ എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കും, വേണ്ടാത്തത് എന്ന് ചിന്തിക്കും. ആ ഒരു കാര്യത്തെ മാത്രം മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു കാര്യം ഈ ഒരു കാര്യം വേണ്ട എന്ന് നമ്മളോട് തന്നെ പറഞ്ഞു തുടങ്ങിയാൽ ആ ഒരു സമയം മുതൽ ആ ഒരു കാര്യം മാത്രം നമ്മളുടെ ചിന്തയിലേക്ക് വരും. അപ്പോൾ അതില്ലാതാക്കാനാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രാക്ടീസസ് ഒക്കെ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു നിങ്ങൾ എന്താണ് എന്ന് സ്വയം മനസ്സിലാക്കാൻ
ഉള്ള സമയമായി എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അത് വളരെ തന്ത്രപൂർവ്വമാണ്, മനസ്സിനെ വളരെ തന്ത്രപൂർവ്വം നമുക്ക് ഇതാക്കാൻ പറ്റും, പിന്നെ നമ്മളുടെ പിടിയിൽ ഒതുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ടൂഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങളുടെ ഒരു എനർജി, ഇന്നത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ രണ്ട് കാര്യത്തെയും ബാലൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു എനർജിയാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ ഇന്നത്തെ ഒരു അവസ്ഥയിൽ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരുപോലെ അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പും നിങ്ങളുടെ കരിയറും ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കരിയറും നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം പഠിക്കുന്നതുമായിരിക്കാം, നിങ്ങളിപ്പോൾ ഓരോ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു പ്രമോഷനോ ഒക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനം നിങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം, റിസർച്ച് നടത്തുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യവും കൂടെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ആലോചിച്ച് തലവച്ചിരിക്കുന്ന ആൾക്കാർ, എനിക്കിത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റൂല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇത് രണ്ടും എങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇത്രയും കാലം ഈ സ്ട്രഗിൾ ചെയ്തതൊക്കെ വെറുതെ ആയിരുന്നു, ഈസി ആയിട്ട് എനിക്കിത് പറ്റും എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത്. മജീഷ്യനാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാജിക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പുതിയ തുടക്കമാണ്, പുതിയ തിരിച്ചറിവാണ്. കാരണം ഇതിൽ ആൾറെഡി ഒരു ടവർ വന്നിട്ടുണ്ട്, അതും ഒരു തിരിച്ചറിവാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവിൽ നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ഐഡിയകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഇതിൽ കുറേ ആൾക്കാർ ഹീലർമാരാണ്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് എനർജി ഉണ്ട്, നിങ്ങളിൽ ആൾറെഡി ഒരുപാട് എനർജി ഉണ്ട്. ഇതൊരു ഇൻഫിനിറ്റിയാണ് കാണുന്നത്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഹൈലി ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളാണ്, ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളിൽ ആവശ്യം പോലെ ഒരു ഊർജം നിങ്ങളിലേക്ക് വരും. അത് ഈ ഹീൽ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ നമ്മളുടെ കയ്യിലേക്ക് എനർജി വരുന്നത്. നമ്മൾ ഈ ഒരു സമയം എന്നെ ഹീൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെങ്കിലും ഹീൽ ചെയ്യണമെന്ന് വെച്ച് നമ്മളുടെ കൈ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ആ കയ്യിൽ ഒരു ഊർജ്ജപ്രവാഹം വരണമെങ്കിൽ നിങ്ങൾ ഇൻബോൺ ഹീലർ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞ ജന്മങ്ങളിൽ തന്നെ ചെയ്തിരുന്നൊരു കാര്യമായതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ ആൾറെഡി ആ ഒരു ശക്തി ഉള്ളത്. നിങ്ങൾക്ക് ഒരു രോഗശാന്തി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ ഈ ഒരു സമയം തിരിച്ചറിയുന്നുണ്ടായിരിക്കും. ഈ ഒരു സമയമായിരിക്കും അതിന് ആ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയത്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയി പോയതിനു ശേഷം ആ ഒരു റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹീലിംഗ് പഠിച്ച ആൾക്കാരായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ആ ഒരു വ്യക്തി, ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തി ഒരു ടൂള് മാത്രമാണ്. നിങ്ങളെ ഏറ്റവും ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചിരുന്ന ഒരാളാണത്. അപ്പോൾ ആ ആളിനെ ആയിരിക്കാം ചിലപ്പം ദൈവം ആദ്യമായിട്ട് നിങ്ങളിൽ നിന്ന് മാറ്റിക്കളഞ്ഞത്. ചിലപ്പോൾ ഒരു കാരണമില്ലാതെ മാറ്റിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്നാലേ ഒരു ഹീലിംഗ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾ ആ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യില്ല. കാരണം ഒരു പ്രശ്നമുണ്ടായാൽ മാത്രമാണ് ഹീലിംഗ് ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ അതിനൊരു താല്പര്യം തോന്നും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അല്ലാതെ തന്നെ ഒരു താല്പര്യം തോന്നും. ചില ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീലിംഗ് ടെക്നിക്സ് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു വ്യക്തികളൊക്കെ ഒരു ടൂള് മാത്രമാണ്. ജീവിതത്തിൽ അവർ മൂലം നമ്മളിലേക്ക് എത്തേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരിലാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെങ്കിൽ ആദ്യം ദൈവം അവരെ തന്നെ മാറ്റിക്കളയും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ കൈകളിലുള്ള ഒരു എനർജി നിങ്ങളിലേക്കും നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൊടുക്കണം എന്നുള്ളതാണ്. ഹീലർമാർ അങ്ങനെ ചെയ്യുക, ഹീൽ ചെയ്യാതിരിക്കുന്ന ആൾക്കാർ. പക്ഷേ ഈ ഹീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ദക്ഷിണ വാങ്ങി വേണം നിങ്ങൾ ഹീൽ ചെയ്യാൻ. വെറുതെ ഇപ്പം നമ്മൾ ഹീലിംഗ് പഠിക്കുന്ന ഉടനെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എന്നാൽ ഞാനൊന്ന് ഹീൽ ചെയ്തേക്കാന്ന് വിചാരിച്ച് ഹീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളുടെ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ദക്ഷിണയൊന്നും വാങ്ങാതെ നമ്മൾ ഹീൽ ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് മാത്രമാണ്. അല്ലാത്ത ആൾക്കാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്കായാലും ആർക്കായാലും എന്തെങ്കിലും ഒരു എനർജി എക്സ്ചേഞ്ച് ഇല്ലാതെ നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ അനുഭവിക്കേണ്ട കർമ്മ നിങ്ങളത് ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പം ആ കർമ്മത്തിൻ്റെ ഒരു ഭാഗം നിങ്ങളിലേക്ക് വരും.
അപ്പോൾ ഈ ഒരു ജന്മം ഈ ഒരു വ്യക്തി അനുഭവിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ആൾ എഫോർട്ട് ഇടാതെയാണ് നമ്മൾ ഹീൽ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മളിലേക്ക് ആ കർമ്മ വരും. ഇതല്ല, ഇത് ആ ആളിനൊരു തിരിച്ചറിവുണ്ട്, എൻ്റെ കർമ്മയാണ് ഇത്, ഈ ഒരു കർമ്മ എനിക്ക് ബ്രേക്ക് ചെയ്യണം എന്ന് ആ ആൾ തീരുമാനിക്കുമ്പോഴാണ് അവർ പൈസ തരാൻ തയ്യാറാകുന്നത്. ഈ ഒരു കാര്യം എക്സ്ചേഞ്ച് ചെയ്താൽ മാത്രമേ അതിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട്, എനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എന്ത് ഞാൻ കൊടുത്താലും എൻ്റെ ഈ കർമ്മ, എൻ്റെ ഈ പ്രശ്നം സോൾവ് ചെയ്യണം എന്ന് അവർക്ക് ഒരു ബോധം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കർമ്മ ഹീലാകേണ്ട സമയമായി എന്നുള്ളത്. അതല്ലാതെ നമ്മൾ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് എന്നാൽ പ്രശ്നങ്ങളൊക്കെ തീർത്ത് തരാം, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് തരാം എന്നൊക്കെ നമുക്ക് തോന്നും. നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാവോട്ട് നമുക്ക് തോന്നും എന്നാൽ അങ്ങനെ ചെയ്തു കൊടുക്കാമെന്ന്. ഈ ചെയ്തു കൊടുക്കുമ്പം അവർക്ക് ബോധ്യപ്പെടാതെ, അവർക്ക് സ്വയം ബോധ്യപ്പെടാതെ നമ്മളത് ചെയ്ത് ഹീൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കർമ്മ കിട്ടും. അപ്പോൾ അത് നിങ്ങളെപ്പോഴും ഹീൽ ചെയ്യുന്ന ആൾക്കാർ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കർമ്മ എടുത്ത് പിന്നെ കുറേ കാലം ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോവും. അതെപ്പോഴും മനസ്സിലാക്കുക. മാജീഷ്യനാണ്, മാജിക്ക് വരും എന്നുള്ളതാണ് ജീവിതത്തിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.